വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുദക്ഷിണ നൽകി തിരിച്ചു വരുന്ന ദിവസമാണ്. മണികണ്ഠ, ഇന്ന് അങ്ങയുടെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു. അങ്ങക്കിനി ഗുരുകുലം വിട്ടുപോകാൻ സമയമായിരിക്കുന്നു. അതെ ഗുരു, ഗുരുകുലം വിട്ട് രാജ്യത്തേക്ക് പോകാൻ സമയമായിരിക്കുന്നു. വിദ്യകളെല്ലാം യഥാവിധി അങ്ങ് പഠിച്ചിരിക്കുന്നു. എല്ലാം അവിടുത്തെ അനുഗ്രഹം. നാം അങ്ങയ്ക്കൊരു ഗുരുദക്ഷിണ നൽകാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ആവശ്യപ്പെട്ടാലും വേണ്ടത് എന്തു തന്നെയായാലും. അവിടുന്ന് എൻ്റെ പുത്രനെ കാണുന്നില്ലേ? അങ്ങൊരു ദിവ്യ ബാലനാണെന്നറിയാം. അങ്ങ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഇല്ല എന്നും അറിയാം. ഗുരുവേ, അവിടുന്ന് പറഞ്ഞാലും. എൻ്റെ പുത്രൻ ജന്മനാ അന്ധനാണെന്നറിയാമല്ലോ. അവന് കാഴ്ച നൽകി അനുഗ്രഹിച്ചാലും. അതുമാത്രമാണ് അങ്ങയോട് നാം ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ. അങ്ങ് കരുതുന്ന പോലെ നാം ഒരു ദിവ്യ ബാലനൊന്നുമല്ല. ഗുരുകുമാരന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. പിതാവേ, പിതാവേ, എനിക്ക് കണ്ണു കാണാം, എനിക്ക് കാഴ്ചകൾ കാണാം. മണികണ്ഠ കുമാര, അങ്ങ് ഈ അടിയന്റെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കുന്നു. അരുത് ഗുരുവേ, അടിയൻ അങ്ങയുടെ എളിയ ശിഷ്യരിൽ ഒരാൾ മാത്രം. അനുഗ്രഹിച്ച് പോകാൻ അനുവദിച്ചാലും. അങ്ങനെ ആവട്ടെ കുമാര, പോയി വന്നാലും എന്നും ഈ ഗുരുവിന്റെ അനുഗ്രഹം അങ്ങയോടൊപ്പം ഉണ്ടാകും. റാണി, ഇന്ന് നമ്മുടെ മണികണ്ഠൻ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയെത്തുകയാണ്. നമുക്ക് എത്രയും വേഗം മണികണ്ഠന്റെ പട്ടാഭിഷേകം നടത്തണം. പട്ടാഭിഷേകത്തിന് ഇനിയും സമയമില്ല രാജൻ, ഉടനടി വേണമോ? അതെ അതെ, പട്ടാഭിഷേകം ഇത്ര പെട്ടെന്ന് വേണമോ രാജൻ? മണികണ്ഠനോട് കൂടി ചോദിച്ചിട്ട് പോരെ? എന്ത് ചോദിക്കാൻ? തീരുമാനം നമ്മുടേതാണ്. ജ്യേഷ്ഠ. അനുജ, രാജരാജ, നിനക്ക് സുഖമല്ലേ? സുഖമാണ് ജ്യേഷ്ഠ. ജ്യേഷ്ഠനോ? സുഖമാണ് അനുജ. ഇവിടെ എന്തോ ഗഹനമായ വിഷയം സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. പിതാവേ, എന്തായിരുന്നു? വരൂ മണികണ്ഠ, ഞാൻ പറഞ്ഞു തരാം. മഹാറാണി, ഇങ്ങനെ പോയാൽ രാജ്യഭരണം മഹാരാജാവ് മണികണ്ഠന് കൊടുക്കും. വളർത്തുപുത്രൻ രാജ്യം ഭരിക്കുമ്പോൾ സ്വന്തം ചോരയിൽ പിറന്ന പുത്രൻ. എനിക്കൊന്നും പറയാനില്ല റാണി. മന്ത്രി, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മണികണ്ഠനെ എങ്ങനെയും ഒഴിവാക്കണം. നമുക്ക് രാജവൈദ്യനുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യാം. റാണി എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി. നാം രാജവൈദ്യനെ കൂട്ടി ഉടനെ എത്താം. ശരി മന്ത്രി, അങ്ങനെയാകട്ടെ. നാം എല്ലാം കൊട്ടാരം വൈദ്യനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഉപായം എന്തായാലും പറഞ്ഞോളൂ. മഹാറാണി, അടിയന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല, പറഞ്ഞോളൂ. അത് റാണി, അവിടുന്ന് വയറുവേദന അഭിനയിക്കണം. അതികഠിനമായ വേദന. അത് മാറില്ല എന്നും വേദനയ്ക്ക് പരിഹാരമായി പുലിപ്പാൽ വേണമെന്നും അടിയൻ നിർദ്ദേശിക്കും. അതേ മഹാറാണി, പുലിപ്പാലിൽ തീർച്ചയായും മണികണ്ഠൻ പോകും. പിന്നീട് തിരിച്ചു വരികയുമില്ല. എങ്കിൽ അങ്ങനെ തന്നെ നാം വയറുവേദന അഭിനയിക്കാം. സ്വന്തം ചോരയിൽ ജനിച്ച മകനെ യുവരാജാവാക്കാനുള്ള ശ്രമം മന്ത്രിയും റാണിയും രാജവൈദ്യനും കൂടി ആലോചിച്ച് മണികണ്ഠനെ പുലിപ്പാലിനായി കാട്ടിലേക്കാൻ തീരുമാനിക്കുന്നു. റാണി ഇതിനു മുൻപും വിഷം നൽകി മണികണ്ഠനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ്. കൊടും വിഷം ഉള്ളിൽ ചെന്ന് മരണത്തോട് മല്ലടിച്ച മണികണ്ഠനെ സാക്ഷാൽ പരമശിവൻ വൈദ്യവേഷത്തിലെത്തി രക്ഷപ്പെടുത്തിയതാണ്. പിന്നീട് രണ്ടും കൽപ്പിച്ച് പുലിപ്പാലിന് മണികണ്ഠനെ കാട്ടിലേക്കാൻ തീരുമാനിച്ചത് മാതൃവത്സരനായ മണികണ്ഠൻ
താൻ പുലിയുടെ പാൽ കൊണ്ടുവരാമെന്ന് സമ്മതിച്ച് കാട്ടിലേക്ക് പുറപ്പെടുന്നു. അവിടെ വെച്ച് തന്റെ ജന്മലക്ഷ്യപൂർത്തിക്ക് കാരണമായ ദേവലോകം വിറപ്പിച്ച മഹിഷി എന്ന രാക്ഷസിയുമായി ഏറ്റുമുട്ടുന്നു. തുടർന്ന് കാണുക. ദേവലോകം വിറപ്പിച്ച ഈ മഹർഷിയെ നേരിടാൻ ഇനി ആര്? വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അനേകം മഹർഷികൾ ജന്മം കൊള്ളും. വിഡ്ഢികളായ ദേവന്മാരും സന്യാസിമാരും ഈ മഹിഷിക്ക് വെറും പുഴുക്കൾ. മഹർഷിയെ ജയിക്കാൻ ആരുണ്ട് ഈ ഭൂലോകത്ത്? ഇത് മഹർഷിയുടെ സാമ്രാജ്യം. ഹേ ബാലക, നീ ആരാണ്? എങ്ങനെ ഇവിടെ എത്തി? ഈ മഹർഷിയുടെ സാമ്രാജ്യത്തിൽ കയറാൻ എങ്ങനെ നീ ധൈര്യപ്പെട്ടു? ഇവിടെ വരുന്നവർ ജീവനോടെ തിരിച്ചു പോകില്ല എന്നറിയില്ലേ? ഹേ മഹിഷമേ, ഞാൻ മണികണ്ഠൻ. നിന്റെ അതിക്രമങ്ങൾ അതിരുകടന്നിരിക്കുന്നു. പാവം സന്യാസിമാരുടെ യാഗത്തിന് നീ ഭംഗം വരുത്തിയിരിക്കുന്നു. ദേവന്മാരെ നീ ഉപദ്രവിക്കുന്നു. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും. നീയോ ഈ മഹർഷിയോട് ഏറ്റുമുട്ടാൻ? എങ്കിൽ നീ വാ ബാലക, മഹർഷി ആണെന്ന് നീ ഇന്നറിയും. സ്പർശത്താൽ അടിയന് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. എഴുന്നേൽക്കൂ ദേവി, നിന്റെ ശാപമോക്ഷം സംഭവിച്ചിരിക്കുന്നു. നിന്റെ മുൻജന്മ പാപങ്ങളെല്ലാം കഴുകിക്കളയപ്പെട്ടിരിക്കുന്നു. ഭഗവാനെ, അങ്ങടിയനെ ശാപമുക്തിയാക്കിയിരിക്കുന്നു. അവിടുന്ന് എന്നെ സ്വീകരിച്ചാലും അങ്ങയുടെ ശക്തിയായി. ദേവി, അവിടുന്ന് എൻ്റെ ശക്തി തന്നെയാണ്. പക്ഷേ ഈ ജന്മം നാം ബ്രഹ്മചാരിയാണ്. നിന്നെ സോദരീഭാവത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്നാലും എൻ്റെ വാമഭാഗത്ത് അല്പം മാറി മാളികപ്പുറത്തമ്മയായിരുന്നാലും ഇന്നു മുതൽ എന്നെ വണങ്ങുന്ന ഭക്തർ നിന്നെ മാളികപ്പുറത്തമ്മയായി വണങ്ങും.